ഹായ് എല്ലാവർക്കും നമസ്കാരം. യു ആർ വാച്ചിങ് ആഷീസ് ഡി വേൾഡ്. ഇന്ന് എല്ലാവർക്കും അറിയാം ഓണം ഓൾമോസ്റ്റ് തീരാറായെങ്കിലും എൻ്റെ വക ഒരു ഹാപ്പി ഓണം. എനിക്കറിയാം, ഞാൻ കുറേ നാളായി വീഡിയോസ് ചെയ്തിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്താ ചേച്ചി ചെയ്യാത്ത വീഡിയോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയവരും ആകാത്തവരും ഒക്കെ. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, അത്രയും തിരക്കായിരുന്നു. പിന്നെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തിങ്ക് ചെയ്യണമല്ലോ. സോ ദാറ്റ് ഈസ് എ റീസൺ വൈ മെയിനായിട്ട് വീഡിയോസ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഞാനൊരു ആണ്, ആങ്കറിങ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ പരിപാടികളുണ്ടായിരുന്നു ഓണം ആയപ്പോഴത്തേക്കിനും, ചിങ്ങമാസം ആയപ്പോഴത്തേക്കിനും. അപ്പം ആ തിരക്കിനിടയിലായിരുന്നു. പിന്നെ ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്ക് വേറെ, പിന്നെ വർക്ക് വേറെ, പിന്നെ ഫാമിലിയിലെ കാര്യങ്ങൾ വേറെ, അങ്ങനെ അപ്പം തിരക്കായപ്പോൾ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ ലൈഫിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സംഭവം ഉത്രാടത്തിനെന്ന രാത്രിയിലുണ്ടായി. അതിനെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും അറിയണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ മകളോട് രാത്രി എൻ്റെ മകൾക്ക് 3 വയസ്സാണ്, ഒരു 9:30 ഒരു ടൈമിൽ ഞാൻ എൻ്റെ വീട്ടിൽ, ആലപ്പുഴയാണ്, വള്ളികുന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ നിന്ന് ഞാൻ തിരിച്ച് അടൂരേക്ക് യാത്ര ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ ഒരു ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ഒരു ഓഫീസുണ്ട്. അവിടെ വെച്ചിട്ട് എൻ്റെ വണ്ടി ഫുള്ളി ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാനും എൻ്റെ കുഞ്ഞുമാണ് ഉള്ളത്. എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് അവിടെ. ഞാൻ രാത്രിയാണ്, അറിയാലോ ഉത്രാടത്തിൻ്റെ ഒരു തിരക്കെന്ന് പറയുമ്പം ഡ്രങ്ക് ആൻഡ് ഡ്രൈവായിട്ട് ഒത്തിരി ആളുകളുണ്ടാവും. അല്ലാതെ ഓട്ടം, ലൈക്ക് ഓഫ് കോഴ്സ് നമുക്ക് സാധനം വാങ്ങിക്കാനൊക്കെ ഉള്ള തിരക്കിലാണ്. ഞാനും അതേപോലെ സാധനം വാങ്ങിച്ച് തിരിച്ച് വരുന്ന ഒരു വഴിയായിരുന്നു. അപ്പോൾ അവിടെ ആണെങ്കിൽ ആക്സിഡൻറ്റ് ഒരുപാട് ഉണ്ടാവുന്നൊരു സ്ഥലമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ വളവിനിങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് എനിക്ക് പെട്ടെന്ന് തോന്നി പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആണ്, ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ പെട്ടെന്ന് തന്നെ നൂർനാട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു. അവരെന്നോട് പറഞ്ഞു 112 റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ 112 റിപ്പോർട്ട് ചെയ്തു. വിത്തിൻ 7 minutes 3 വണ്ടി പോലീസ് അവിടെ എത്തി. ആദ്യം ഒരു വണ്ടി പോലീസ് എത്തി, അത് ചെക്ക് ചെയ്തു. അപ്പോഴത്തേക്കിന് ഹൈവേ പോലീസിനെ അവർ വിളിച്ച് പറഞ്ഞു, അവരപ്പോഴത്തേക്കിന് എത്തി. ഒരു വണ്ടി പോലീസും എത്തി. നൂർനാട് ഗോപാലകൃഷ്ണൻ സാർ എന്ന് പറയുന്ന സാറായിരുന്നു, CI സാറായിരുന്നു അവിടെ ഉണ്ടായിരുന്ന. സാറും ബിനു എന്ന് പറഞ്ഞ വേറൊരു സാറും ഉണ്ടായിരുന്നു. പിന്നെ മൂന്നാമതൊരു സാറുണ്ട്, സാറിൻ്റെ നെയിം ഞാൻ ഓർക്കുന്നില്ല. ഇവർ 3 പേരും വാസ് ദെയർ. എൻ്റെ വണ്ടിയുടെ ബാറ്ററി വീക്കായതായിരുന്നു. ഞാൻ വീട്ടിൽ വരുന്ന വരെ അവർ പ്രൊട്ടക്ഷൻ നൽകി, എനിക്കും എൻ്റെ കുഞ്ഞിനും പ്രൊട്ടക്ഷൻ നൽകി ഞങ്ങളുടെ കൂടെ അവിടെ നിന്ന്. അവർ ആഹാരം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അവരാഹാരം പോലും കഴിക്കാതെ എന്നെ, എൻ്റെ കുഞ്ഞിനെയും സേഫായിട്ട് വീട്ടിലെത്തിച്ചിട്ടാണ് അവർ പോയത്. നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് പോലീസിനെ പറ്റിയിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾ ഒരാൾ തെറ്റ് ചെയ്താലും എൻ്റയർ സർവീസിനെയാണ് നമ്മൾ കുറ്റം പറയുന്നത്, അല്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ആ പേരെടുത്ത് നമ്മൾ മെൻഷൻ ചെയ്യണം, ഇന്നാരാണ് ചെയ്തത്, അല്ലെ സർവീസിലുള്ള ഇന്നാരാണ് ചെയ്തതെന്നുള്ള ഒരു ദോഷമായ ഒരു ഫലമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. അതാണ് നമ്മൾ പറയേണ്ടത്, അല്ലാതെ കേരള പോലീസിനെ എൻറ്റയർലി പറയരുത്. അത് നല്ലത് ചെയ്യുന്നവർക്കും കൂടെ ഒരു പ്രിവെൻഷനാണ്, ഒരു തടസ്സമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എനിക്ക് ഇങ്ങനൊരു സപ്പോർട്ട് കിട്ടുമെന്ന് സത്യമായിട്ട്. കാരണം അവർ ഉത്രാടത്തിൻ്റെ രാത്രിയാണ്, അതിൻ്റെ തിരക്കിലായിരിക്കും പോലീസ് എന്നുള്ളൊരു ധാരണ നിൽക്കുകയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഈ 3 പേരും വന്ന് നിന്ന് എൻ്റെ മോളുടെയും എൻ്റെയും ഫുൾ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത് എൻ്റെ വണ്ടിയുടെ ചാർജ് ആക്കി എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വീട്ടിൽ വരുന്നവരെ അവർ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് എൻ്റെ വാട്സപ്പിൽ അവർ മെസ്സേജ് അയച്ചു, നിങ്ങളെത്തിയോ വീട്ടിൽ, ഓഡിയോ സഹിതം ഞങ്ങളെ കേട്ടിട്ടാണ് അവർ ഫോൺ കട്ട് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തു. ഇപ്പം നമുക്കൊരു ആവശ്യമുണ്ട്, നമ്മൾ സേഫായിട്ട് നമ്മളുടെ സേഫ്റ്റിയെ ബാധിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഗൂഗിൾ ചെയ്യുക, അവരെ വിളിക്കുക, അവർ നിങ്ങളുടെ അടുത്ത് എന്തായാലും എത്തും. അതിനകത്തുള്ള ഒരു തടസ്സമില്ല. കാരണം ഞാൻ അതിന്
എന്താ പറയുക, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വീട്ടിലൊരു സപ്പോർട്ടിന് വരാൻ ആളില്ലാത്തൊരു ടൈമിൽ ദേ കെയിം, അവർ വന്നു, അവർ രക്ഷിച്ചു, അവർ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിട്ടു. ഏതൊരു പെൺകുട്ടിക്കും ഏതൊരു ആൺകുട്ടിക്കും ഏത് പാതിരാത്രിയിലും നിങ്ങൾക്കൊരാപത്ത് വരുന്നൊരു ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കേരള പോലീസിൽ വിളിക്കുക, അല്ലെങ്കിൽ 112 റിപ്പോർട്ട് ചെയ്യുക. ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് ദ സപ്പോർട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ ഒരു വർക്ക് ഫോഴ്സിനെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക. അതിൽ തെറ്റ് ചെയ്യുന്നവരെ മാത്രം നമ്മൾ പേരെടുത്ത് മെൻഷൻ ചെയ്ത് പറയാം. അല്ലാതെ കേരള പോലീസ് എൻറ്റയർലി ഇങ്ങനെയാണ്, കേരള പോലീസ് അങ്ങനെയാണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്കുണ്ടായ അനുഭവം വളരെ നല്ലതാണ്. ദോഷാനുഭവം ഉണ്ടായവരും ഉണ്ടാവും. അത് ആ സർവീസിൽ ആരാണോ അവരെ പറയുക, ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ എടുത്ത് മെൻഷൻ ചെയ്യും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നൂറിനാട് പോലീസ് സ്റ്റേഷൻ അവിടുത്തെ അധികാരികൾ എനിക്ക് ചെയ്ത സഹായം എന്ന് പറയുന്നത്, എനിക്ക് ആങ്ങളമാരില്ല, ആങ്ങളമാരുള്ളവരൊക്കെ പുറത്താണ്. ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അവർ 3 പേരും എന്നെ എൻ്റെ കുഞ്ഞിനെയും സംരക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടത്. രാത്രി 9:30 ഉത്രാടത്തിൻ്റെ രാത്രിയിൽ നമ്മൾ ഇറങ്ങി റോഡിൽ നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് അറിയാം. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എത്രത്തോളം ആണെന്ന് അറിയാം. എനിക്കങ്ങനെ സേഫ്റ്റി അല്ലാതൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേരളത്തിൽ യാത്ര ചെയ്യുന്ന. ഞാൻ രാത്രിയിലൊക്കെ കാറിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. പക്ഷേ എങ്കിൽ പോലും ഒറ്റപ്പെട്ടു പോയൊരു സ്ഥലമാണ് ആ വളവിന് അങ്ങനെ വലിയ ഷോപ്പുകളും കാര്യങ്ങളും ഒന്നും ഇല്ല, രാത്രി സമയമാണ്. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അതിപ്പോൾ ഏത് ഡെവലപ്ഡ് കൺട്രിയിലാണെങ്കിലും രാത്രി യാത്ര ചെയ്യാൻ, സിറ്റി ഓൺ ആണെങ്കിലും ചില എന്താ പറയുക, അടഞ്ഞ ഏരിയകളിൽ ഞാൻ പുറത്ത് പഠിച്ച ഒരാളാണ്, അടഞ്ഞ ഏരിയകളിൽ നമുക്കിപ്പോഴും പേടി തന്നെ വരും. അത് ഉറപ്പാണ്. അതേപോലെ തന്നെയാണ് അവിടവും. അപ്പോൾ എനിക്കത് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓണത്തിൽ അത്രയും തിരക്കുള്ളൊരു സമയത്ത് എന്നെ വന്ന് എനിക്ക് സപ്പോർട്ട് തന്ന ഗോപാലകൃഷ്ണൻ സാറും അതേപോലെ തന്നെ ബിനു സാറ്, പിന്നെ ഒരു സാറുണ്ടായിരുന്നു, പിന്നെ 2 വണ്ടി വേറെ പോലീസും വന്നു. എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. ആൻഡ് അഗൈൻ വിഷിങ് എ ഹാപ്പി ഓണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരും. വൺസ് ഇൻ എ വീക്കെങ്കിലും ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ടേക്ക് കെയർ.